ആയിരത്തൊന്ന് രാവുകളിലെ കഥകള് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിലേറ്റവും പ്രശസ്തമായ ഒന്നാണ് ആലിബാബയുടെയും 41 കള്ളന്മാരുടെയും കഥ. വെറും രണ്ട് വാക്കുകൾ അത് മതിയായിരുന്നു ഒരു സാധാരണക്കാരന്റെ ജീവിതം തലകീഴായി മാറിയാൻ. ആ കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഒരൊറ്റ രഹസ്യവാക്ക്, അതുപോലെ തന്നെ ഒളിപ്പിച്ചുവെച്ച വലിയൊരു നിധി, കൂടെ അടങ്ങാത്ത അത്യാഗ്രഹവും പ്രതികാരവും, ഇതെല്ലാമാണ് ഈ കഥയുടെ കാതൽ. പക്ഷേ എല്ലാത്തിനും തുടക്കമിട്ടത് ആ രണ്ട് വാക്കുകളാണ്. എങ്ങനെയാണത് ഒരു ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. ഒരു സാധാരണ മരം വെട്ടുകാരൻ. അയാൾ തികച്ചും അവിചാരിതമായി ഒരു വലിയ രഹസ്യം കണ്ടെത്തുകയാണ്. അതാണ് ആ ഗുഹയുടെ രഹസ്യം. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ 2 സഹോദരന്മാരാണ്. ആദ്യത്തെയാൾ ആലിബാബ, ഒരു പാവം മരം വെട്ടുകാരൻ, സത്യസന്ധൻ, കഠിനാധ്വാനി. ഇനി രണ്ടാമത്തെയാൾ കാസിം, ആലിബാബയുടെ നേരെ വിപരീതം. നല്ല പണക്കാരനാണ്, പക്ഷേ എന്തിനും ഏതിനും അത്യാഗ്രഹമുള്ളൊരു വ്യാപാരി. ഇവരുടെ സ്വഭാവത്തിലുള്ള ഈയൊരു വ്യത്യാസം അതാണ് പിന്നീട് വരാനിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. അങ്ങനെ ഒരു ദിവസം ആലിബാബ പതിവുപോലെ കാട്ടിൽ വിറകുവെട്ടാൻ പോയതായിരുന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു പറ്റം കുതിരപ്പടയാളികൾ വരുന്നത് കാണുന്നത്. എന്തോ ഒരു പന്തികേടുണ്ടല്ലോന്ന് തോന്നിയിട്ട് ആലിബാബ വേഗം പോയി ഒരു മരത്തിന്റെ മറവിലൊളിച്ചു. വന്നതാരാണെന്നോ? 41 കൊള്ളക്കാർ. അവരുടെ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഒരു വലിയ പാറയായിരുന്നു. ആലിബാബ ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ അത്ഭുതം നടക്കുന്നത്. കള്ളന്മാരുടെ തലവൻ ആ പാറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഒരൊറ്റ വിളി, തുറക്കൂ സീസേം! ഒരു നിമിഷം ആലിബാബയെ മാത്രമല്ല ആരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഭീമാകാരമായ പാറ ഒരു വാതിൽ പോലെ പതിയെ അങ്ങ് തുറന്നു. കള്ളന്മാരെല്ലാം ഗുഹയ്ക്കുള്ളിൽ കയറി കുറച്ചു കഴിഞ്ഞ് പുറത്തുവന്നു പോകുന്നതുവരെ ആലിബാബ കാത്തിരുന്നു. അവരെല്ലാം പോയി എന്ന ഉറപ്പായപ്പോൾ പതുക്കെ ധൈര്യം സംഭരിച്ച പാറയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതേ മാന്ത്രിക വാക്ക് പറഞ്ഞു. വാതിൽ തുറന്നതും ആലിബാബയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല. സ്വർണവും രത്നങ്ങളും അങ്ങനെ സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു നിധിശേഖരം. ആ നിമിഷം അയാൾക്ക് ഉറപ്പായി തന്റെ ജീവിതം ഇനി പഴയതുപോലെ ആവില്ലെന്ന്. കയ്യിൽ കൊള്ളാവുന്നത്ര സ്വർണമെടുത്ത് അയാൾ വേഗം വീട്ടിലേക്ക് മടങ്ങി. അപ്പോ അലിബാബയുടെ കഷ്ടകാലമെല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ കഥയുടെ ഗതി മാറുന്നത് ഇവിടെയാണ്. ഒരു രഹസ്യം അത് പങ്കുവെക്കപ്പെടുമ്പോൾ അത്യാഗ്രഹം എങ്ങനെയാണ് ഒരു വലിയ ദുരന്തത്തിന് വഴിവെക്കുന്നതെന്ന് നമുക്ക് കാണാം. എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും പെട്ടെന്നുണ്ടായ ഈ സാമ്പത്തിക മാറ്റം സഹോദരൻ കാസിമിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുമോ? കാസിമിനെന്തോ ഒരു പന്തികേട് തോന്നി. അയാൾ ആലിബാബയെ ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. അവസാനം ആ നിധിയുടെ രഹസ്യം മുഴുവൻ പറയിപ്പിക്കുന്നതുവരെ വിട്ടില്ല. അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ച കാസിം നേരെ ഗുഹയിലേക്ക് വെച്ചുപിടിച്ചു. അകത്ത് കയറിയതും സ്വർണം കണ്ടപ്പോൾ അയാളുടെ കണ്ണ് മഞ്ഞളിച്ചുപോയി. എല്ലാം മറന്ന് സ്വർണം വാരിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു അയാൾ. പക്ഷേ പുറത്തിറങ്ങാൻ നേരം ഒരു പ്രശ്നം. ആർത്തിയുടെ ലഹരിയിൽ ആ ലളിതമായ മാന്ത്രിക വാക്കുകൾ കാസിം അങ്ങ് മറന്നുപോയി. ഒടുവിൽ സ്വന്തം അത്യാഗ്രഹത്തിന്റെ തടവുകാരനായി ആ ഗുഹയിൽ അയാൾ ഒറ്റപ്പെട്ടുപോയി. കള്ളന്മാർ ഗുഹയിലേക്ക് തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താ? പേടിച്ചു വിറച്ചു നിൽക്കുന്ന കാസിമിനെ. അതോടെ അവർക്ക് കാര്യം മനസ്സിലായി. തങ്ങളുടെ രഹസ്യം ചോർന്നിരിക്കുന്നു. പിന്നെ ഒരു ദയയും കാണിച്ചില്ല. അവർ കാസിമിനെ അവിടെ തന്നെ വധിച്ചു. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല. അവർക്കുറപ്പായിരുന്നു ഈ രഹസ്യം അറിയാവുന്ന മറ്റൊരാൾ കൂടി ഇപ്പോഴും പുറത്തുണ്ട്. അയാളെ കണ്ടെത്തണം. കാസിമിന്റെ ശരീരം ആരോ കൊണ്ടുപോയെന്ന് മനസ്സിലാക്കിയ കള്ളന്മാർക്ക് മറ്റൊരാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പായി. അവർ ഉടൻ തന്നെ ഒരു ചാരനെ പട്ടണത്തിലേക്ക് അയച്ചു. അയാൾ എങ്ങനെയോ ആലിബാബയുടെ വീട് കണ്ടുപിടിച്ചു. രാത്രിയിൽ വന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനായി ആ വീടിന്റെ വാതിലിൽ ഒരു എക്സ് അടയാളം ചോക്കുകൊണ്ട് വരച്ചിട്ടു. പക്ഷേ കള്ളന്മാരുടെ പ്ലാൻ അത്ര എളുപ്പത്തിൽ നടപ്പായില്ല. കാരണം ഇവിടെയാണ് നമ്മുടെ കഥയിലെ യഥാർത്ഥ ഹീറോ, അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയാം, മോർജിയാന വരുന്നത്. ആലിബാബയുടെ വീട്ടിലെ ബുദ്ധിമതിയായ ഒരു അടിമ പെൺകുട്ടിയായിരുന്നു അവൾ. വാതിലിലെ ആ വിചിത്രമായ അടയാളം കണ്ടപ്പോൾ തന്നെ മോർജിയാനക്ക് അപകടം മണത്തു. അവൾ ഒട്ടും സമയം കളഞ്ഞില്ല. ആ തെരുവിലെ എല്ലാ വീടിന്റെ വാതിലിലും അതേപോലെ ഒരു എക്സ് അടയാളം അങ്ങ് വരച്ചുവെച്ചു. എങ്ങനെയുണ്ട് ബുദ്ധി? മോർജിയാനയുടെ സൂത്രം കൃത്യമായി ഫലിച്ചു. അടയാളം നോക്കി പറഞ്ഞ കള്ളന്മാരുടെ കാര്യം പറയണോ? അവരാകെ കൺഫ്യൂഷനിലായി. തന്റെ കൂട്ടാളികളുടെ ഈ കഴിവുകേട് കണ്ട് ദേഷ്യം വന്ന തലവൻ തീരുമാനിച്ചു, ഇനി ഈ കാര്യം ഞാൻ തന്നെ നേരിട്ട് തീർപ്പാക്കും. അങ്ങനെ അയാളൊരു എണ്ണ വ്യാപാരിയായി വേഷം മാറി ആലിബാബയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അയാൾ വന്നത് വെറും കൈയോടെയല്ലായിരുന്നു. കൂടെ 40 വലിയ എണ്ണഭരണികളുമുണ്ടായിരുന്നു. ആലിബാബയുടെ വീട്ടിലെത്തി ഒരു രാത്രി തങ്ങാൻ ഒരിടം വേണമെന്ന് അയാൾ അഭ്യർത്ഥിച്ചു.
പക്ഷേ ആ ഭരണികളിൽ ശരിക്കും എണ്ണയായിരുന്നോ? അല്ല, അതിലൊരു ഭരണിയിൽ മാത്രമേ എണ്ണയുണ്ടായിരുന്നുള്ളൂ. ബാക്കി 39 എണ്ണത്തിലും ആയുധങ്ങളുമായി കള്ളന്മാർ പതുങ്ങിയിരിക്കുകയായിരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ തലവന്റെ ഒരു സിഗ്നലിനായി കാതോർത്ത്. വീണ്ടും കഥയുടെ ഗതി തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ മോർജിയാന തന്നെയാണ്. അവളുടെ ആ അസാമാന്യമായ ബുദ്ധിയും ധൈര്യവുമാണ് ആ രാത്രിയിൽ അരങ്ങേറാൻ പോകുന്ന വലിയൊരു ഗൂഢാലോചനയെ തകർക്കാൻ പോകുന്നത്. അന്ന് രാത്രി വീട്ടിലെ വിളക്കിൽ എണ്ണ തീർന്നുപോയി. കുറച്ച് എണ്ണയെടുക്കാമെന്ന് കരുതി മോർജിയാന മുറ്റത്ത് വെച്ചിരുന്ന ആ ഭരണികളുടെ അടുത്തേക്ക് ചെന്നു. ചുറ്റും നല്ല നിശബ്ദത. പെട്ടെന്ന് ഒരു ഭരണിയിൽ നിന്ന് ഒരു അടക്കിയ ശബ്ദം. സമയമായോ? ആ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു മോർജിയാനയ്ക്ക് ആ വലിയ ചതി മനസ്സിലാക്കാൻ. പക്ഷെ മോർജിയാന ഒട്ടും പരിഭ്രമിച്ചില്ല. അവൾ ചെയ്തതെന്താണെന്നോ? എണ്ണയുണ്ടായിരുന്ന ഒരേയൊരു ഭരണിയിൽ നിന്ന് എണ്ണയെടുത്ത് ഒരു വലിയ പാത്രത്തിലിട്ട് നന്നായി തിളപ്പിച്ചു. എന്നിട്ട് ഒച്ചയുണ്ടാക്കാതെ ഓരോ ഭരണിയുടെ അടുത്തേക്കും പോയി ആ ചുട്ടുപൊള്ളുന്ന എണ്ണ അതിനകത്തേക്കൊഴിച്ചു. അങ്ങനെ ഓരോരുത്തരെയായി ആ കള്ളന്മാരെ അവൾ എന്നേക്കുമായി നിശബ്ദരാക്കി. പക്ഷേ ഇപ്പോഴും ഒരു ഭീഷണി ബാക്കിയുണ്ടായിരുന്നു. കള്ളന്മാരുടെ തലവൻ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും വന്നു. ഇത്തവണ ആലിബാബയുടെ ഒരു നല്ല സുഹൃത്തായി അഭിനയിച്ചുകൊണ്ട്. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മോർജിയാനയ്ക്ക് അറിയാമായിരുന്നു. അവൾ അതിഥികൾക്കു വേണ്ടി ഒരു നൃത്തം അവതരിപ്പിച്ചു. ആ നൃത്തത്തിന്റെ ഭാഗമായി വളരെ മനോഹരമായി ചുവടുവെച്ച് അവൾ ആ കള്ളത്തലവന്റെ അടുത്തേക്ക് നീങ്ങി. വസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കഠാരയെടുത്ത് അയാളുടെ നെഞ്ചിൽ ആഴ്ത്തിയിറക്കി. അങ്ങനെ എല്ലാ ഭീഷണികളും അവസാനിച്ചു. കഥ അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. മോർജിയാനയുടെ ആ ബുദ്ധിക്കും ധൈര്യത്തിനും അർഹിച്ച പ്രതിഫലം ലഭിക്കുന്ന നിമിഷമാണിത്. നടന്നതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു ആലിബാബ. അപ്പോഴാണ് മോർജിയാന സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ആ എണ്ണ വ്യാപാരി യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്നും ഭരണികളിലെ രഹസ്യമെന്തായിരുന്നുവെന്നും അവൾ വിശദീകരിച്ചു. തന്റെയും കുടുംബത്തിന്റെയും ജീവനാണ് അവൾ രക്ഷിച്ചതെന്ന് ആലിബാബ തിരിച്ചറിഞ്ഞു. തന്റെ ജീവൻ രക്ഷിച്ച ആ ധീരയായ പെൺകുട്ടിയോട് ആലിബാബയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുമായിരുന്നില്ല. ആ നന്ദിയുടെ അടയാളമായി അയാൾ അവളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതുമാത്രമല്ല, സ്വന്തം മകന് അവളെ വിവാഹം കഴിപ്പിച്ചുകൊടുത്ത് അവളെ ആ കുടുംബത്തിലെ ഒരംഗമായി തന്നെ സ്വീകരിച്ചു. അവസാനം ആ ഗുഹയിലെ നിധി മുഴുവനും ആലിബാബയ്ക്ക് സ്വന്തമായി.